evening to all. Welcome to Dakshina Learning's Daily News Desk. So, ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന് സെലക്ട് ചെയ്ത 10 ആർട്ടിക്കിളുകളാണ് നമ്മൾ പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ന്യൂസ്, കോർട്സ് മസ്റ്റ് പ്രൊട്ടക്ട് നോട്ട് റെഗുലേറ്റ് ഫ്രീ സ്പീച്ച്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ മാസങ്ങളായിട്ട് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു റൈറ്റ് തന്നെയാണ് ഫ്രീ സ്പീച്ച്, റൈറ്റ് ടു ഫ്രീ സ്പീച്ച്. ബിക്കോസ് ഈ ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആഫ്റ്റർ ദ പാൻഡമിക് ഈ റാപ്പിഡ് ഡിജിറ്റലൈസേഷൻ ആൻഡ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ റാപ്പിഡ്ലി കൂടിയിട്ടുണ്ട്. ആൻഡ് the problem with digital space is the anonymity and the rapidly increasing misinformation and hate speech. So government ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പല റെഗുലേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ലാസ്റ്റ് DND തന്നെ സഞ്ചാർ സാത്തി ആപ്പിന്റെ കോൺട്രവേഴ്സിയെ കുറിച്ച് വായിച്ചു. ആൻഡ് ഓൾസോ ദ കർണാടക ഗവൺമെന്റ്സ് ഡിസിഷൻ ടു ഇൻട്രൊഡ്യൂസ് എ ബിൽ അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ കൺട്രോളിങ് ഹേറ്റ് സ്പീച്ച്. ഈ ബില്ലുകളും റെഗുലേഷൻസ് എല്ലാം ഗുഡ് ഇന്റൻഷനോടെയാണ് കൊണ്ടുവരുന്നെങ്കിൽ പോലും ഡെമോക്രസിയുടെ ഫൗണ്ടേഷൻ ആയിട്ടുള്ള റൈറ്റ് ടു ഫ്രീ സ്പീച്ചിനെതിരെ ഇതെങ്ങനെ പ്രവർത്തിക്കാം, how this can lead to a surveillance state എന്നൊക്കെ നമ്മൾ കണ്ടു. സോ അഗൈൻ ഈ ആർട്ടിക്കിൾ കോർട്ടിന്റെ റോളിനെ കുറിച്ചാണ് പറയുന്നത്. ആസ് എ പ്രൊട്ടക്ടർ, നോട്ട് ആസ് എ റെഗുലേറ്റർ ഓഫ് ഫ്രീ സ്പീച്ച്, ഹൗ കോർട്സ് ഷുഡ് എൻഷുർ ദാറ്റ് അവർ റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ്. സോ ഈ ആർട്ടിക്കിൾ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ആൻഡ് ഈ റൈറ്റ് ടു ഫ്രീ സ്പീച്ച് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എന്തായാലും നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ ഇപ്രാവശ്യത്തെ പ്രിലിംസിന്. ബിക്കോസ് കുറെ ആർട്ടിക്കിൾ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആർട്ടിക്കിൾ 19 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഓൾ. ഓക്കെ, ദെൻ ദ റൈറ്റ് മൊമെന്റ് ടു ബൂസ്റ്റ് ഇന്ത്യ എത്യോപ്യ ടൈസ്. ഈ ന്യൂസ് എടുക്കാൻ കാരണം നമ്മുടെ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഈസ് ഓൺ എ 3 country വിസിറ്റ്. ഒരു 3 രാജ്യങ്ങളുടെ പ്രൈം മിനിസ്റ്റർ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എത്യോപ്യ ഈസ് അമംഗ് വൺ ഓഫ് ദ കൺട്രി. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യ എത്യോപ്യ ടൈസിനെ കുറിച്ച് നോക്കണം. ആൻഡ് ഓൾസോ എത്യോപ്യ ഈ വർഷം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം റീസെന്റ് ഒരു ഡോർമെന്റ് വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ പൊല്യൂഷൻ ലൈക്ക് എങ്ങനെയാണ് ജെറ്റിനൊക്കെ അത് അഫക്ട് ചെയ്യുന്നത് നമ്മൾ വായിച്ചതാണ്. നൗ ടൈം ടു പോസ്. തേർഡ് ആർട്ടിക്കിൾ, ടൈം ടു പോസ്. CPI, ഇൻഫ്ലേഷൻ ആൻഡ് RBI. എഗെയിൻ നമ്മൾ ഈ DND പ്ലാറ്റ്ഫോമിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത എക്കണോമിക് തീം തന്നെയായിരിക്കും CPI, ഇൻഫ്ലേഷൻ ആൻഡ് ദ റോൾ ഓഫ് RBI. സോ ഈ ആർട്ടിക്കിൾ ഈ CPI ഇൻഫ്ലേഷന്റെ ഇപ്രാവശ്യം ഹിസ്റ്റോറിക്കലി ഉണ്ടായ ആ ഇടിവിനെ കുറിച്ചാണ് അനലൈസ് ചെയ്യുന്നത്. ആൻഡ് ദ നീഡ് ഫോർ റിവിഷൻ ഓഫ് അവർ CPI ബാസ്കറ്റ്. ഓക്കെ, ആൻഡ് വൈ ഇൻഫ്ലേഷൻ ഈസ് സോ ലോ. ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെയാണ് ആർട്ടിക്കിൾ പറയുന്നത്. ദെൻ ക്രോസിംഗ് എ റിവർ ഇൻ ടു സൈബർ സ്ലേവറി. അഗെയിൻ നമ്മൾ DND പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യം തന്നെയാണ് സൈബർ ഫ്രോഡ്സ് ആൻഡ് സൈബർ സ്ലേവറി, especially from the Southeast Asian countries like Thailand and Myanmar. So ഇന്ത്യയിൽ ഇതെങ്ങനെ ഒരു വലിയൊരു മെനേസ് ആയത്. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ലൈക്ക് മ്യാൻമാർ എന്നൊക്കെ ഇത്തരം സൈബർ ഫ്രോഡുലൻസ് എങ്ങനെയാണ് ഇന്ത്യൻ എഫക്ട് ചെയ്യുന്നത്, വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ്. ദെൻ സ്റ്റബിൾ ബേണിംഗ് ഡാറ്റ. നമുക്കറിയാം ഡൽഹി പൊല്യൂഷനെ കുറിച്ച് അല്ലേ, വൺ ഓഫ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ഇൻ ദ വേൾഡ്. അതിന്റെ ഒരു മേജർ റീസൺ സ്റ്റബിൾ ബേണിംഗ് ആണ്. സോ റിഗാർഡിംഗ് സ്റ്റബിൾ ബേണിംഗ് സം കോൺട്രവേഴ്സി ഹാഡ് ഹാപ്പൻ. സോ അതിനെ കുറിച്ച് നമ്മൾ നോക്കും. ദെൻ എക്സ് ആൻഡ് എലൻ മസ്ക് ഫൈൻഡ് ബൈ EU. യൂറോപ്യൻ യൂണിയൻ അവരുടെ ഡിജിറ്റൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം എക്സ് പോലത്തെ ഒരു ലാർജ് പ്ലാറ്റ്ഫോമിനെ ഒരു എക്സോർബിറ്റന്റ് എമൗണ്ട് ഫൈൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, $140 million. സോ നമുക്ക് നോക്കാം എന്താണ് അതിന്റെ റീസൺ. ഓക്കെ, ദെൻ ദിസ് ഇസ് എ റിപ്പീറ്റേഷൻ. ദെൻ മേഴ്സി പെറ്റീഷൻ. നമ്മൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് ജസ്റ്റ് 1-2 കാര്യങ്ങൾ നോക്കണം. മേഴ്സി പെറ്റീഷൻ നമ്മളെ പ്രസിഡന്റ് റിജക്ട് ചെയ്യുകയുണ്ടായി. In a row 3 പെറ്റീഷൻ റിജക്ട് ചെയ്യുകയുണ്ടായി. സോ we will be discussing president's role in mercy petition. Then MH-60 helicopter, a new addition, new inductment into our military capability. Then Ukraine and NATO. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് തന്നെ ഇന്റർനാഷണൽ റിലേഷനെ റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇവന്റ് ആണ് ഉക്രൈൻ ആൻഡ് റഷ്യ വാർ, റൈറ്റ്? സോ അതിന്റെ മെയിൻ തീമാണ് എന്ത്, നാറ്റോ, ഉക്രൈൻ ആൻഡ് നാറ്റോ. സോ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു U-turn തന്നെ ഉക്രൈൻ ഈ ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. We will be discussing that also. സോ ഇനി ഇന്നത്തെ ഫസ്റ്റ് ന്യൂസിലേക്ക് പോവാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ജുഡീഷ്യൽ ഓവർറീച്ച്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിളാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്. ഫ്രീഡം ഓഫ് സ്പീച്ച് ഈസ് എസെൻഷ്യൽ ടു എൻഷുർ എ സ്റ്റേബിൾ ആൻഡ് ഹെൽത്തി ഡെമോക്രസി. നമുക്ക് എല്ലാവർക്കും അറിയാം റൈറ്റ് ടു എക്സ്പ്രസ് അല്ലെ, ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഏത് കാര്യം മെജോറിറ്റേറിയൻ ഒപ്പീനിയൻ എതിരെ പറയാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഒരു ഹെൽത്തി ഡെമോക്രസി. എല്ലാ വോയിസും ഈക്വലി കേൾക്കാൻ പറ്റും. ദാറ്റ് ഈസ് വെർ എ ഹെൽത്തി ഡെമോക്രസി ത്രൈവിങ്, റൈറ്റ്? പക്ഷേ ഇപ്പൊ നമ്മൾ കുറച്ച് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ റെഗുലേഷൻ അല്ലെങ്കിൽ ഓവർ കിൽ ഫ്രം ദ ഗവൺമെന്റ് in the name of regulation. For example, the recent Sanjar Sati app, it was a good initiative to counter cyber fraud and to ensure digital security. പക്ഷെ പ്രോബ്ലം വരുന്നത് വെച്ചാൽ ഇങ്ങനെ ബ്ലാങ്കറ്റ് ടേംസ് ഒക്കെ വെച്ചിട്ട് വെയ്ഗ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ബാൻ ഒക്കെ കൊണ്ടുവരുമ്പോൾ ഇറ്റ് ക്യാൻ കോസ് ചില്ലിംഗ് എഫക്ട് ഓൺ ഫ്രീ സ്പീച്ച്. സോ ഇനി ഈ ആർട്ടിക്കിളിൽ പറയുന്നത് ദ ഇമ്പോർട്ടന്റ് റോൾ പ്ലേഡ് ബൈ കോർട്ട്, എസ്പെഷ്യലി സുപ്രീം കോർട്ട്. സോ കോർട്സ് മസ്റ്റ് പ്രൊട്ടക്ട് നോട്ട് റെഗുലേറ്റ് ഫ്രീ സ്പീച്ച്. എന്തുകൊണ്ടാണ് ഹെഡിങ് അങ്ങനെ കൊടുക്കാൻ കാരണം? ബിക്കോസ്
റീസെന്റ് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി. രൺവീർ അലഹബാദിയുടെ ആ ഷോയിൽ, ആ കോമഡി ഷോയിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ്. ഒരു ഇമ്മോറൽ എന്നൊക്കെ പറഞ്ഞ ആളുകൾ അദ്ദേഹം നടത്തിയ ഒരു കമന്റിനെ ഭയങ്കര ക്രിറ്റിസിസം ഫേസ് ചെയ്തു. ആൻഡ് ഈവൻ ഹി ഫേസ്ഡ് ലീഗൽ ഇഷ്യൂസ്, റൈറ്റ്? സോ സുപ്രീം കോർട്ടില് ആ രൺവീർ അലഹബാദിയുടെ കേസിലും ആൻഡ് സമീർ റൈനയുടെ കേസിലും എന്ത് ചെയ്തു? ഒരു ഒരു അസേർട്ടീവ് ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ടു റെഗുലേറ്റ് ദീസ് ടൈപ്പ് ഓഫ് ഇൻസിഡൻസ്. സോ സമീർ റൈനയുടെയും മറ്റ് ഇതേപോലുള്ള ഇൻസിഡൻസിന്റെയും പെറ്റീഷൻസ്, like they went to the court and said their fundamental right is not being protected. Appo ellavarum expect cheythathu Supreme Court will be acting in a constitutional ensuring constitutional values. Pakshe to everyone's surprise, Supreme Court said aa petition e njangal consider cheyan povanu and we are going to expand the scope of that case. Adayathu Samir Raina and team chennittu endu cheyidu, അവരുടെ റൈറ്റ്സ് ഇല്ലാതാവുന്നു, പ്ലീസ് പ്രൊട്ടക്ട് റൈറ്റ്സ് എന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു വെയിറ്റ് എ മിനിറ്റ്, ഞങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്ത കേസിനെ മെറിറ്റ് നോക്കട്ടെ, ആൻഡ് വി ആർ ഗോയിങ് ടു എക്സ്പാൻഡ് ദ സ്കോപ്പ് ഓഫ് ദ കേസ് വേർ വി വിൽ ബി എൻഷുറിംഗ് ഹൗ ടു സ്റ്റോപ്പ് ഇൻസിഡൻറ്റ്സ് ലൈക്ക് ദിസ്, like immoral jokes, not like remarks not conforming to the general public. സോ ഇങ്ങനത്തെ മൊറാലിറ്റി, പബ്ലിക് ഓർഡർ, ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും യോജിക്കാത്ത ഇത്തരം പ്രയോഗങ്ങളെ എങ്ങനെ ഞങ്ങൾ കൺട്രോൾ ചെയ്യും? ഹെയ്റ്റ് സ്പീച്ച്, മിസ് ഇൻഫർമേഷൻ. സോ സുപ്രീം കോർട്ട് ഇന്നോവേറ്റീവ് എന്താ ചെയ്യുന്നത്? ആസ് പെർ ദിസ് ആർട്ടിക്കിൾ സുപ്രീം കോർട്ട് ഹാസ് ഓവർ റീച്ച്. സുപ്രീം കോർട്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാൻഡേറ്റ് ഓവർ റീച്ച് ചെയ്ത് ഈവൻ സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? ഗവൺമെന്റിനോട് ഒരു ഡയറക്ഷൻ കൊടുത്തു, ഒരു ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ലോ കൊണ്ടുവരാൻ, ടു റെഗുലേറ്റ്, ടു ക്രിയേറ്റ് ആൻ ഇൻഡിപെൻഡന്റ് ബോഡി ടു റെഗുലേറ്റ് free speech, especially this kind of verbal remarks. So already ഇത്തരം ഫ്രീ സ്പീച്ചിനെ അല്ലെങ്കിൽ ഇത്തരം വെർബൽ അബ്യൂസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇന്ത്യയിൽ IT Act ഉണ്ട്, സെക്ഷൻ 67, especially 67 to solve this kind of issue. But apart from that, there are some self-styled regulatory bodies. ഇത്തരം ബോഡീസ് ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് കൃത്യമായ ഗവൺമെന്റ് മാൻഡേറ്റ് അല്ലെങ്കിൽ ലീഗൽ മാൻഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് സുപ്രീം കോർട്ട് ഹാസ് directed government to form an independent institutional setup to control this. So ഇതിലെ ക്യൂരിയസ് കേസ് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് എന്ത് ചെയ്യണം? ആളുകളുടെ ഇൻഡിപെൻഡന്റ് റൈറ്റ്, ഫണ്ടമെന്റൽ റൈറ്റിനെ അപ്ഹോൾഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ആക്ച്വലി അതാണ് സുപ്രീം കോർട്ടിന്റെ കോർ എയിം അല്ലെങ്കിൽ കോർട്ടിന്റെ മെയിൻ എയിം. പക്ഷേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? യൂഷ്വലി ഡെമോക്രസിയിൽ എന്താ സംഭവിക്കുക? എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ആണ് എന്ത് ചെയ്യാൻ നോക്കുക? മേ ബി ട്രൈങ് ടു ടേക്ക് സം റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ, ലൈക്ക്, അല്ലേ? അതിനാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ആസ് ദ UPSC has already asked, കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനാ? ടു എൻഷുർ എ ലിമിറ്റഡ് ഗവൺമെന്റ്, റൈറ്റ്? സോ ലിമിറ്റഡ് ഗവൺമെന്റിനെ എൻഷുർ ചെയ്യാനാണ് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ആ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും അവിടെ ഉള്ളത്, ആ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ റൈറ്റ്സിനെ ഗ്യാരണ്ടി ചെയ്യാൻ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? സുപ്രീം കോർട്ട് is trying is acting in a different way or in a proactive way where executive is getting a leeway to pass such legislations. So ആർട്ടിക്കിൾ 19 കുറിച്ച് നമ്മൾ നോക്കിയിരിക്കണം. ദിസ് ഇയർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്കിനി ഇന്നത്തെ രണ്ടാമത്തെ ന്യൂസിലേക്ക് പോവാം. ഇന്ത്യ എത്യോപ്യ റിലേഷൻസ്. സി, ഇത് ന്യൂസിൽ വരാൻ കാരണം അവർ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഇസ് വിസിറ്റിംഗ് 3 countries, ദാറ്റ് ഈസ് ഒമാൻ, ജോർഡാൻ ആൻഡ് എത്യോപ്യ. സോ ആ വിസിറ്റിൽ എത്യോപ്യ ഉണ്ടായതുകൊണ്ടും എത്യോപ്യക്ക് എപ്പോഴും ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ്. സി, ഈ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് 1-2 പ്രിലിംസ് കാര്യങ്ങൾ നോക്കാം, എസ്പെഷ്യലി മാപ്പിംഗ്. ഫോർ എക്സാമ്പിൾ, എത്യോപ്യ ആഫ്രിക്കൻ റീജിയനിലെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് നിൽക്കുന്നത്, കോൾഡ് ദ ഹോൺ ഓഫ് ആഫ്രിക്ക. എത്യോപ്യ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ എത്യോപ്യയോട് കോൺഫ്ലിക്റ്റിലുള്ള ഒരു രാജ്യമുണ്ട്, എരിത്രിയ. സി, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്യോപ്യ ഹാസ് നോ ആക്സസ് ടു സീ. എത്യോപ്യക്ക് ഒരു കോസ്റ്റ് ലൈൻ ഇല്ല. പുട്ട് സിംപ്ലി, എത്യോപ്യ ഈസ് എ ലാൻഡ് ലോക്ക്ഡ് കൺട്രി. സോ മോസ്റ്റ് ഓഫ് ദ ട്രേഡ് in this region for Ethiopia is under Djibouti. 95% of the trade goes through Djibouti. So എന്താണ് പ്രശ്നം? എത്യോപ്യക്ക് നല്ല ഒരു ടോൾ അല്ലെങ്കിൽ ടാക്സ് പോലെ ഈ സെറ്റപ്പിൽ പോകും. ബിക്കോസ് ജിബൂട്ടി, എവറി ട്രേഡ് ഈസ് ഗോയിങ് ത്രൂ ജിബൂട്ടി. ആൻഡ് എരിത്രിയ ആയിട്ട് ഒരു ഹിസ്റ്റോറിക് പ്രോബ്ലം ഉണ്ട്. ബിക്കോസ് എരിത്രിയ എത്യോപ്യന്ന് സെപ്പറേറ്റ് ആയ റീജിയൻ ആണ്. And now they want this Eritrea back. So നമുക്കറിയാം UPSC point of view ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ടൈഗ്രേ, അംഹാര, അങ്ങനെ ഒരുപാട് റീജിയൻസ് നമ്മൾ കോൺഫ്ലിക്റ്റ് നമ്മൾ കാണാറുണ്ട് ബിറ്റ്വീൻ ദ ബോർഡർ ഓഫ് എരിത്രിയ ആൻഡ് എത്യോപ്യ. സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ റീജിയൻ ഒന്ന് പഠിച്ചിരിക്കണം. ആൻഡ് ഹോൺ ഓഫ് ആഫ്രിക്ക ഇറ്റ്സെൽഫ് ഈസ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ആൻഡ് റീസെന്റ് എത്യോപ്യയിൽ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായി, ഹൈലി ഗുബി ഇറപ്ഷൻ.
കുറെ കാലങ്ങളായിട്ട് ഡോർമെന്റ് ആയി കിടന്നിരുന്ന വോൾക്കാനോ പെട്ടെന്ന് ഇറപ്റ്റ് ചെയ്യുകയുണ്ടായി. ആ വോൾക്കാനിക് ഇറപ്ഷൻ കാരണം എയർ സ്പേസ് ഡാമേജ് ആവുകയും ജെറ്റ് എഞ്ചിൻ എല്ലാം ഫെയിൽ ആവുമെന്നൊക്കെ നമ്മൾ വായിച്ചു. ഈവൻ ദാറ്റ് ഇറപ്ഷൻ ഡെബ്രി റീച്ച്ഡ് ഈവൻ അവർ ഇന്ത്യൻ എയർ സ്പേസ്. സോ ഇനി നമുക്ക് ഈ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. The focus of the article is between boosting ties between India and Ethiopia. So നമുക്ക് നോക്കാം എന്തൊക്കെ രീതിയിൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, already പറഞ്ഞ പോലെ ജിയോ പൊളിറ്റിക്കൽ ഹബ്. എത്യോപ്യ is a key actor in the Horn of Africa and hosts African Union as headquarter. See, ആഫ്രിക്കൻ യൂണിയനും ഈ വർഷം ഇമ്പോർട്ടന്റ് ആണ്. ആഫ്രിക്കൻ യൂണിയന്റെ ഹെഡ്ക്വാർട്ടർ എത്യോപ്യയിലാണ്. ആസ് വെൽ ആസ് ആഫ്രിക്കൻ യൂണിയൻ റീസെന്റ് G20യിലേക്ക് ഇൻഡക്ട് ചെയ്തത് ഇന്ത്യയുടെ പ്രസിഡന്റ്ഷിപ്പിലാണ്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എത്യോപ്യ ആയിട്ട് ഇന്ത്യ റിലേഷനിൽ വെക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനർജി പൊട്ടൻഷ്യൽ. India can tap in the energy potential from Ethiopia, like critical minerals. We know that China is dominating this sector. So Ethiopia has huge potential for critical minerals mining and gold mining. So ഒരു റിസോഴ്സ് റിച്ച് റീജിയൻ ആണ് എത്യോപ്യ. സോ ഇന്ത്യ ഹാസ് എ പൊട്ടൻഷ്യൽ ടു ടാപ്പ് ഇൻ ദാറ്റ് റിസോഴ്സ്. ദെൻ ഓൾസോ നമുക്ക് എന്താ റൈറ്റ് മൊമെന്റ് എന്ന് പറയാൻ കാരണം റീസെന്റ് ബ്രിക്സിലേക്ക് റീസെന്റ് എൻട്രൻസ് നേടിയ ഒരു രാജ്യമാണ് എത്യോപ്യ. സോ ദിസ് ക്യാൻ സ്ട്രെങ്തൻ ഡയലോഗ് ആൻഡ് മീഡിയേഷൻ ബിറ്റ്വീൻ കൺട്രീസ്. സോ നല്ലൊരു ട്രേഡ് റിലേഷൻ എത്യോപ്യയിൽ ഉണ്ടാക്കിയിരിക്കും. സോ നമുക്ക് നോക്കാം ഇപ്പോൾ ഓൾറെഡി എന്തൊക്കെ കീ പില്ലേഴ്സ് ആണ് ഇന്ത്യ എത്യോപ്യ റിലേഷനിലുള്ളത്. Education, long standing role in education, pan-African e-network and high student percent India. നമുക്കറിയാം എഡ്യൂക്കേഷൻ ഇന്ത്യ ആഫ്രിക്കയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി എത്യോപ്യ IIT ഡൽഹിക്ക് ഒരു ലോങ് കമ്മിറ്റ്മെന്റ് തന്നെ ഉണ്ട് ടു എൻഹാൻസ് ദെയർ എഡ്യൂക്കേഷൻ കാപ്പബിലിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇന്ത്യൻ കമ്പനീസിന് ഓൾറെഡി ഒരുപാട് ബിസിനസ്സും നമ്മൾ ഒരുപാട് പൾസസും മറ്റു സാധനങ്ങളും എത്യോപ്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിഫൻസ്, we have been giving training support since 1956. Okay. And also set multilateral cooperation, strong cooperation through BRICS, G20 and South platforms. Okay. ഇനി കുറച്ച് ചലഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് കോൺഫ്ലിക്റ്റ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിക്കവറി, റെഗുലേറ്ററി അൺസർട്ടനിറ്റി ആൻഡ് ഫോറസ്റ്റ് ഷോർട്ടേജസ്. സി, എത്യോപ്യ ഒരു സ്റ്റേബിൾ കൺട്രി അല്ല ബിക്കോസ് ഓഫ് ദ കോൺഫ്ലിക്റ്റ് അറൌണ്ട് എത്യോപ്യ വിത്ത് എരിത്രിയ. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ എരിത്രിയ എന്ന് പറഞ്ഞ രാജ്യം is not in the AFCTA. ആഫ്രിക്കൻ കൺട്രീസിന്റെ ഒരു ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ ഒരു ട്രേഡ് എൻഹാൻസ് ചെയ്യാനുള്ള ഗ്രൂപ്പിംഗിൽ എരിത്രിയ ഇല്ല. ഐ തിങ്ക് ഇറ്റ്സ് ഓൺലി കൺട്രി നോട്ട് ഇൻ ദാറ്റ് അസോസിയേഷൻ. സോ അത് നോക്കിയിരിക്കുക. സോ ഇന്ത്യ ഇങ്ങനെ റിലേഷൻ നോക്കുമ്പോൾ നോക്കേണ്ട കുറച്ച് ഫ്ലാഷ് പോയിന്റ്സ് എന്താ, കോൺഫ്ലിക്റ്റ് പ്രോൺ സോൺ ആണ്. സോ അവിടെ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ എക്കണോമിക് ഡാമേജസിന്റെ സ്പിൽ ഓവർ ഇന്ത്യനെ അഫക്ട് ചെയ്യാം. ദെൻ റെഗുലേറ്ററി അൺസർട്ടനിറ്റി, ഫോറക്സ് ഷോർട്ടേജസ് വരാം. ആൻഡ് landlocked geography leading to logistical dependence, like as I said, the Djibouti influence. Then നമുക്ക് കുറച്ച് വേ ഫോർവേഡ് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ടാക്സ് അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. സോ ഡബിൾ ടാക്സ് അവോയ്ഡൻസ് എഗ്രിമെന്റ് കമ്പനികൾക്ക് കുറച്ചും കൂടി സർട്ടനിറ്റി കൊടുക്കും റിഗാർഡിംഗ് ദ നെഗറ്റീവ് എക്സ്റ്റേണലിറ്റീസ് കമ്മിങ് ഔട്ട് ഫ്രം ടാക്സേഷൻ ഇൻ ദ ബോത്ത് കൺട്രീസ്. സോ DTA സൈൻ ചെയ്യുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളിലുള്ള ടാക്സേഷൻ പോളിസിനെ സ്ട്രീംലൈൻ ചെയ്ത് ഒരു ഇക്വിറ്റബിൾ രീതിയിൽ ഒരു ഫെയർ ട്രീറ്റ്മെന്റ് കമ്പനിക്കും കിട്ടാം, as well as രാജ്യങ്ങൾക്കും കിട്ടാം. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റീസ്, ഡിവോഴ്സ് കോൺഫറൻസ് ആൻഡ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്സ് ഇൻ ക്രിട്ടിക്കൽ മൈനിങ് മിനറൽസ്. ഇതാണ് ഇന്ത്യയുടെ ഒരു ഫോക്കസ് പോയിന്റ് ആവേണ്ട ഏരിയ. സോ ഇനി അടുത്ത ന്യൂസിലേക്ക് പോവാം. ടൈം ടു പോസ്. സി, നമ്മുടെ DND പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തൊരു എക്കണോമിക് തീം തന്നെയാണ് ഇൻഫ്ലേഷൻ ട്രെൻഡ്. എസ്പെഷ്യലി നമുക്കറിയാം ഇന്ത്യയിൽ RBI ആണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. RBIയുടെ പ്രിയാമ്പിളിൽ കൊടുത്തേക്കുന്ന മാൻഡേറ്റ് ആണ് മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റേബിലിറ്റി while ensuring growth. So as part of that, RBI ആണ് ഇൻഫ്ലേഷനെ മാനേജ് ചെയ്യുന്നത്. ആൻഡ് RBI is given a band 2 to 6%. That is 4 plus or minus 2. ഇതാണ് RBI കൊടുത്തിരിക്കുന്ന ബാൻഡ്. ആൻഡ് RBIയുടെ റോൾ എന്താ, ഈ ബാൻഡിൽ ഇൻഫ്ലേഷൻ ലെവൽ നിർത്തണം. സോ അതിനാണ് RBI എന്ത് ചെയ്യുന്നത്, മോണിറ്ററി പോളിസി അങ്ങനെ പല ആക്ഷൻസ് കുറെ ടൂൾസും ഒക്കെ RBIയുടെ കയ്യിലുള്ളത്. പക്ഷേ ഈ 2 to 6% പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ RBI ചെയ്യേണ്ട എന്താ, മിനിമം 2 ലെവൽ ഇൻഫ്ലേഷൻ ആസ് വെൽ ആസ് 6% ബ്രീച്ച് ചെയ്യാതെ നോക്കുക. ഇതാണ് RBIയുടെ ഗോൾ. ഇവ 6% ബ്രീച്ച് ചെയ്യുന്നതും 2% ബിലോ പോകുന്നതും മേ ബി എക്കണോമിയെ അഫക്ട് ചെയ്തേക്കാം.
എസ്പെഷ്യലി 6% ബ്രീച്ച് ചെയ്യുന്നത് എക്കണോമിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആസ് വെൽ ആസ് നമ്മുടെ സേവിങ്സിനെയൊക്കെ നെഗറ്റീവ്ലി അഫക്ട് ചെയ്യാം. പക്ഷേ ഇപ്പൊ കുറച്ചായിട്ട് ലാസ്റ്റ് 2 months ഇന്ത്യൻ എക്കണോമി വിറ്റ്നസ് ചെയ്യുന്നത് ഒരു യുണീക്ക് സിറ്റുവേഷൻ ആണ്, വേർ ഇൻഫ്ലേഷൻ ഹാസ് ബീൻ ഹിസ്റ്റോറിക്കലി ലോ. ഓൾമോസ്റ്റ് 0.7% ഒക്കെയാണ് ഇൻഫ്ലേഷൻ ലെവൽ കണ്ടിട്ടുള്ളത്. സോ ഈ 2%-നേക്കാളും താഴെ ഇൻഫ്ലേഷൻ ലെവൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യുണീക്ക് കേസാണ്. മോസ്റ്റ്ലി 6% ഒക്കെ പോവാറുണ്ട്. നമുക്കറിയാം RBI അപ്പം എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഹൈക്ക് ചെയ്ത് റിപ്പോ റേറ്റ് ഒക്കെ വെച്ചത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും. ഈ 2%-ന് താഴെ പോകുമ്പോൾ അത് കുറച്ച് പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് മേ റെഡ്യൂസ് ബിക്കോസ് കമ്പനീസ് എന്തായിരിക്കും, പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ ദർ ഷുഡ് ബി സം ഇൻക്രീസ് ഇൻ പ്രൈസ് ലെവൽ, റൈറ്റ്? കമ്പനികൾക്ക് ഇൻസെന്റിവൈസ് ചെയ്യണമെങ്കിൽ, കമ്പനികൾ സ്വമേധയാ ഇന്നോവേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം, പ്രൈസ് ലെവൽ ഹൈക്ക് ഉള്ളതായിട്ട് തോന്നണം. സോ ഒരു 2% ഇൻഫ്ലേഷൻ ആക്ച്വലി ഫോർ ആൻ ആസ്പയറിംഗ് ഡെവലപ്പിംഗ് എക്കോണമി ലൈക്ക് ഇന്ത്യ ഇറ്റ്സ് നീഡഡ്. സോ RBI ഈ ലോ ലെവൽ ഇൻഫ്ലേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോ ലെവൽ ഇൻഫ്ലേഷൻ വരാനുള്ള കുറച്ച് റീസൺസ്, ഒരു ഡിഫറെന്റ് ടേക്ക് അവേസ് ആണ് അവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ മേജർ റീസൺ, ഇവൻ നമ്മൾ ലാസ്റ്റ് DND-ലും പറഞ്ഞതാണ്, ദ ബേസ് എഫക്ട്. ബേസ് എഫക്ട്, സി ബേസ് എഫക്ട് എന്താണെന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. മേ ബി പ്രിലിംസിന് ചോദിക്കാം, കാരണം ഒരുപാട് ആർട്ടിക്കിൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ പുട്ട് സിംപ്ലി ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സെനാരിയോ ആണ്. അതായത് ഈ ആർട്ടിക്കിൾ പറയുന്നത് പോലെ 2024 ഒക്ടോബറിലെയും നവംബറിലെയും ഇൻഫ്ലേഷൻ ലെവല് ഹൈ ആയിരുന്നു. ഇൻഫ്ലേഷൻ ലെവൽ വാസ് ഹൈ. സോ എന്ത് ചെയ്യാണ്, 2024 ഈ ഹൈ ഇൻഫ്ലേഷൻ ലെവലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2025 ഇൻഫ്ലേഷൻ ലെവൽ നമുക്ക് ലോ ആയിട്ട് തോന്നാം. സി, ഒരു വലിയ മരത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ മരം നിൽക്കുമ്പോൾ ഈ ചെറിയ മരം വളരെ ചെറുതായിട്ട് തോന്നാം, അല്ലെ? ഇറ്റ്സ് ആൻ ഇല്യൂഷൻ, റൈറ്റ്? സോ ഈ ഇതിനെ വിളിക്കുന്ന പേരാണ്, ഈ ഇല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബേസ് എഫക്ട്. ബിക്കോസ് പ്രീവിയസ് ഇയർ ഹൈയർ ഓർ ലോവർ പ്രൈസ് അഫക്റ്റിംഗ് നെക്സ്റ്റ് ഇയേഴ്സ് പ്രൈസ്, ഇതാണ് ബേസ് എഫക്ട്. സോ ബേസ് എഫക്റ്റ് ആണ് ഒരു റീസൺ ആയിട്ട് എക്സ്പേർട്സ് പറയുന്നത്. രണ്ടാമത്തെ റീസൺ, കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്ക്യൂഡ് വെയിറ്റേജ് ഓഫ് CPI. അതായത് നമുക്കറിയാം ഇൻഫ്ലേഷൻ, CPI RBIയുടെ നോമിനൽ ഇൻഫ്ലേഷൻ ആങ്കർ ആണ്. RBIയുടെ മോണിറ്ററി പോളിസിയുടെ പ്രധാന ടാർഗറ്റ് CPI ഇൻഫ്ലേഷൻ ലെവലാണ്. ബിക്കോസ് ഇറ്റ് അഫക്ട്സ് ദ കൺസ്യൂമേഴ്സ്, റൈറ്റ്? ഓർഡിനറി സിറ്റിസണെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നത് CPI ഡാറ്റയാണ്. സോ CPI ആണ് നമ്മുടെ നോമിനൽ ആങ്കർ. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 46% പ്രശ്നമല്ല, CPIയുടെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 46% ഓഫ് CPI ബാസ്കറ്റ് കംപ്രൈസസ് ഓഫ് സിംഗിൾ ഫുഡ് ആൻഡ് ബിവറേജസ്. CPIയുടെ 50%, ക്ലോസ് ടു 46%, പ്ലീസ് നോട്ട് ദാറ്റ് 46% ഫുഡ് ആൻഡ് ബിവറേജിന് ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഗുഡ്സ് ആണ്. അപ്പം ഈ 46%-ൽ വരുന്ന ചെറിയ വ്യത്യാസം പോലും ഓവറോൾ CPI ഡാറ്റയെ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി അഫക്റ്റ് ചെയ്യാം. സോ ഇപ്പോൾ സംഭവിച്ചത് എന്താ, നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുഡ് ആൻഡ് വെജീസ് എന്ന ഗ്രൂപ്പ്സ് നല്ല വില ഇടിഞ്ഞിരിക്കുകയാണ്. ദർ ഇസ് എ ലോ പ്രൈസസ് ലൈക്ക് ഫുഡ്, വെജിറ്റബിൾസ്. നമ്മൾ കഴിഞ്ഞ എക്കണോമിക് സർവേയിൽ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ, ടോപ്സ്, ടൊമാറ്റോ, ഓനിയൻ, പൊട്ടാറ്റോസ്. ഇതിന്റെ ഫ്ലക്ച്വേഷൻ ആണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ അഫക്ട് ചെയ്യാറ്. പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് ഇതിന്റെ പ്രൈസസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ CPIയുടെ ഈ ഹ്യൂജ് വെയിറ്റേജ് ഫോർ ഫുഡ് ആൻഡ് ബിവറേജ് ഈസ് കോസിങ് ദിസ് ലോ ലെവൽ ഇൻഫ്ലേഷൻ. സോ നമ്മൾ 2 റീസൺ പഠിച്ചു, ബേസ് എഫക്ട് കോസിങ് ലോ ലെവൽ ഇൻഫ്ലേഷൻ, ദെൻ വാട്ട്, ഫുഡ് ആൻഡ് ബിവറേജസിന്റെ പ്രൈസിലെ കുറവ്. സോ ഇതിന്റെ ഒരു വേ ഫോർവേഡ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് ചെയ്യണം, CPIയുടെ ബാസ്കറ്റ് കറന്റ് കൺസ്യൂമർ ചോയ്സിനെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ ഓൾട്ടർ ചെയ്യണം. നമുക്കറിയാം ഇന്ത്യയിൽ എന്ത് ചെയ്യണം, CPI ബാസ്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആസ്പയറിംഗ് യൂത്ത് എല്ലാം പല ഡെവലപ്മെന്റ് പോളിസീസ് കാരണം നമ്മുടെ ചോയ്സസ്, ഫുഡ് ചോയ്സസിന്റെ, അതേപോലെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് ബിവറേജസിന്റെ ഒക്കെ ചോയ്സ് മാറിയിട്ടുണ്ട്. സോ അതിനനുസരിച്ച് ബാസ്കറ്റിനെ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കറന്റ് ഇൻഫ്ലേഷൻ ലെവലിൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ല. സോ ദർ ഷുഡ് ബി എ റിവിഷൻ ഇൻ CPI ആൻഡ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, RBI എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ആൻഡ് MOSPI എന്ത് ചെയ്തിട്ടുണ്ട്, CPI ബാസ്കറ്റ് റിവൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓൾസോ ബേസ് ഇയർ, നമുക്കറിയാം CPIന്റെ ബേസ് ഇയർ 2012 ആണ്. ദിസ് most probably will be revised by 2024. സോ ഒരു പുതിയ ബേസ് ഇയർ, സീരീസ് ഓഫ് ബേസ് ഇയർ വരാൻ സാധ്യതയുണ്ട്, മോസ്റ്റ് പ്രോബബ്ലി ബൈ ദ നെക്സ്റ്റ് ഇയർ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ദാറ്റ്. സോ അതാണ് ഇതിൽ ആർട്ടിക്കിൾ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ കണ്ടീഷനെ RBI എക്സ്പെർട്ട് ഒഫീഷ്യൽസ് ഒരു പ്രത്യേക പേരിട്ട് വിളിച്ചു, ഇന്ത്യൻ എക്കണോമിയുടെ ഈ കണ്ടീഷനെ, വേർ ഇൻഫ്ലേഷൻ ഈസ് ഹിസ്റ്റോറിക്കലി ലോ,
less than 2%, where growth as per RBI estimate is most probably around 8%. So low level inflation, high level growth. ഈ ഒരു കണ്ടീഷനെ എക്കണോമിയിൽ വിളിക്കുന്നവരാണ് ഗോൾഡിലോക്ക് സോൺ. ഇന്ത്യയുടെ എക്കണോമി ആസ് പെർ ദ RBI ഒഫീഷ്യൽസ് ഈസ് ഇൻ എ ഗോൾഡിലോക്ക് പൊസിഷൻ. നമ്മൾക്കറിയാം ഒരു ഗോൾഡിലോക്ക് പൊസിഷൻ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട്. അവർ എർത്ത് ഈസ് ഇൻ എ ഗോൾഡിലോക്ക് പൊസിഷൻ, അതായത് സണ്ണുമായിട്ട് അത്ര ക്ലോസും അല്ല, എന്നാൽ സണ്ണുമായിട്ട് വളരെ ദൂരത്തിലും അല്ല. ഗിവിംഗ് ഇൻ എർത്ത് എ ഗുഡ് അറ്റ്മോസ്ഫിയർ. സണ്ണുമായിട്ട് അടുത്തായി കഴിഞ്ഞാൽ ഭയങ്കര ടെമ്പറേച്ചർ, ദൂരെയാണെങ്കിൽ ഫ്രീസിങ് ടെമ്പറേച്ചർ. സോ നമ്മുടെ എക്കണോമി ഇപ്പൊ അങ്ങനെയാണ്, നല്ല ഗ്രോത്തും എന്നാൽ അത്ര ഇൻഫ്ലേഷനും ഇല്ല. കാരണം ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ്റെ ടെൻഡൻസി ഉണ്ടാവാം. എന്നിട്ട് പോലും ഇന്ത്യൻ എക്കണോമി കൃത്യമായിട്ടൊരു വെൽ ബാലൻസിൽ, ഒരു കൃത്യമായ ട്രേഡ് ഓഫ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ് സി. സോ ഈ ആർട്ടിക്കിൾ പറയുന്നത് വെച്ചാൽ RBI എന്ത് ചെയ്യണം, വെയിറ്റ് ആൻഡ് സീ വാട്ട്സ് ഹാപ്പനിങ് കോഷ്യസ്ലി. സോ ഇനി അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. സൈബർ സ്ലേവറി. ഇന്നത്തെ മൂന്നാമത്തെ ന്യൂസ്. എ ഹിഡൻ നെക്സസ് ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, കോഷൻ ആൻഡ് ഡിജിറ്റൽ ഫ്രോഡ്. സോ ഈ ആർട്ടിക്കിൾ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം ഇതൊരു റെക്കറിംഗ് തീം ആയിക്കൊണ്ടിരിക്കുകയാണ്. സൈബർ ഫ്രോഡ്, സൈബർ റിലേറ്റഡ് ഫ്രോഡ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയും ഡിജിറ്റൽ സ്പേസിലെയും ക്രൈംസ്, എസ്പെഷ്യലി ഓർഗനൈസ്ഡ് ക്രൈംസ്, നെക്സസ് ഫോം ചെയ്തിട്ടുള്ള ക്രൈം. ആൻഡ് ഇതിന്റെ ഒരു ഹോട്ട്സ്പോട്ട് തന്നെ ഫോം ചെയ്തിരിക്കുകയാണ് അറൌണ്ട് ഏഷ്യൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, ബർമ, തായ്ലാൻഡ്, കംബോഡിയ. ഈ റീജിയൻസിൽ ഒരു സൈബർ ഫ്രോഡ് നെക്സസ് ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി മ്യാൻമാറിൽ നമുക്കറിയാം, മ്യാൻമാറിൽ കാര്യങ്ങളൊന്നും ശരിയല്ല ബിക്കോസ് ഓഫ് ദ മിലിറ്ററി ജുണ്ട. മിലിറ്ററി ജുണ്ട വരുന്നത് കാരണം അൺസർട്ടൈൻ ആണ്, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് എല്ലാം വയലേറ്റഡ് ആണ്. സോ ഈ മിലിറ്ററി ജുണ്ടയുടെ ഈ ഒരു പവർ വാക്യൂം യൂട്ടിലൈസ് ചെയ്തിട്ട് ഇല്ലീഗൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ്സ്റ്റേഴ്സ് എന്ത് ചെയ്യാണ്, ഡിജിറ്റൽ സ്പേസ് വഴി ഇന്ത്യയിലേക്ക് സൈബർ ക്രൈംസിന്റെ പമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി നമുക്ക് എല്ലാവർക്കും അറിയാം ഡിജിറ്റൽ അറസ്റ്റ്. റീസെന്റ് ആർട്ടിക്കിളൊക്കെ നമ്മൾ വായിച്ചതാണ് ഡിജിറ്റൽ അറസ്റ്റുകളുടെ ഇൻസിഡൻസ് ഒക്കെ. അതും ഇന്ത്യയുടെ വയസ്സായ ആളുകളും ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള സൊസൈറ്റിനെയും വൾണറബിൾ പീപ്പിളിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ആൻഡ് എക്കണോമിക് ലോസും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ സൈബർ സ്ലേവറി പർട്ടിക്കുലർലി ഇന്ത്യയിൽ നിന്ന് ആളുകളെ, യുവാക്കളെ ജോലി, ഡാറ്റ എൻട്രി ജോലി, ടെലികോളർ എന്നൊക്കെ പറഞ്ഞ് ലുവർ ചെയ്ത് പറ്റിക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. സോ ഇന്ത്യയിലെ ആളുകളെ ഫാൾസ് ജോബ് അഡ്വർടൈസ്മെന്റ് കാണിച്ചിട്ട് തായ്ലാൻഡിലേക്ക് റിക്രൂട്ട് ചെയ്ത ശേഷം അവിടുന്ന് ഇവർ ഓൾമോസ്റ്റ് ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് സൈബർ ഫ്രോഡുലൻസിൽ ഏർപ്പെടുത്തുകയാണ്. സോ ഇതിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് കാണിക്കുന്നത് അണ്ടർ ഡെവലപ്മെന്റ് ആൻഡ് പോവർട്ടിയും ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസും അൺഎംപ്ലോയ്മെന്റും കാരണം ഇന്ത്യയിലെ യുവാക്കൾ ഏതറ്റം വരെ പോവാണ്. ദാറ്റ് ഈസ് ഗിവൺ ഹിയർ ദ വെയിറ്റ് ഓഫ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ദെൻ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ സർവൈലൻസ് ഇല്ലാതെ, റെഗുലേഷൻസ് ഇല്ലാതെ ഇങ്ങനത്തെ ക്രൈംസ്, അതായത് ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ദീസ് ആർ പ്രോബ്ലംസ് വിത്തൗട്ട് പാസ്പോർട്ട്സ്. ട്രാൻസ് നാഷണൽ നേച്ചറിലെ ഇത്തരം പ്രോബ്ലംസ്, ബൗണ്ടറീസ് ക്രോസ് ചെയ്തുള്ള ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, പാർട്ടിസിപ്പേഷൻ ബിറ്റ്വീൻ ലൈക്ക് മൈൻഡഡ് പാർട്ട്നേഴ്സ്. പക്ഷേ മ്യാൻമാറിൽ മിലിറ്ററി ജുനത കാരണം എന്ത് ചെയ്യാണ്, അവർ ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് പൈസ മേടിക്കുന്നുണ്ട്, ടാക്സ് ചെയ്യുന്നുണ്ട്. സോ അവിടുത്തെ ഗവൺമെന്റിനെ സർവൈവ് ചെയ്യിപ്പിക്കുന്നതിന്റെ ഒരു ഫാക്ടർ ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ്. സോ അവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ മിലിറ്ററി ജുനത ഇത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കില്ല. സോ വി നീഡ് പാർട്ടിസിപ്പേഷൻ ഫ്രം ഗ്ലോബൽ കൺട്രീസ്. സോ ഇതൊക്കെ ഉണ്ടായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ മെനീസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിൽ പൊട്ടൻഷ്യലി വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഫ്യൂച്ചർ ഫ്രോഡ്സ്. ഇങ്ങനെ ഇന്ത്യയിലാവട്ടെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെട്ട് ചതിക്കപ്പെടുന്ന യുവാക്കൾ തിരിച്ച് അവരുടെ ഹോം കൺട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എത്തിക്കൽ ക്ലാസ്സസ് കൊടുത്തിട്ടില്ലെങ്കിൽ, ദേ മേ യൂസ് ദയർ എക്സ്പീരിയൻസ്. ആ രാജ്യത്ത് മ്യാൻമാറിലും തായ്ലൻഡിലും കണ്ട ഈ ഡിജിറ്റൽ ഫ്രോഡ്സ് ഇവർ ഇവിടെ ആയിട്ട് നോക്കാം, കോസിങ് പ്രോബ്ലംസ് ഇൻ ഹോം കൺട്രി. സോ അതൊരു വിഷയമാണ്. ആൻഡ് ഈ ഹെഡിങ്ങിൽ പറഞ്ഞ ഈ റിവർ, ക്രോസിംഗ് എ റിവർ ഇൻ ടു സൈബർ സ്ലേവറി. സി ഇതിൽ മോയെ റിവർ എന്ന റിവറിനെ കുറിച്ച് പറയുന്നുണ്ട്, which forms a boundary between Thailand and Myanmar. So just ഒരു prelims fact അത് മനസ്സിലാക്കി വെക്കുക. Okay. Then അടുത്ത ന്യൂസ്, an anomaly. The center must make burnt area estimates of stubble public. ഈ ആർട്ടിക്കിൾ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം to address the issue of stubble burning. ഇന്ത്യയിൽ പൊല്യൂഷന്റെ ഒരു മേജർ റീസൺ തന്നെ, എസ്പെഷ്യലി ദ ഹിന്ദി ബെൽറ്റ്, ഡൽഹി റീജിയൻ, നാഷണൽ ക്യാപിറ്റൽ റീജിയനിലെ പൊല്യൂഷന്റെ മേജർ കാര്യം തന്നെ സ്റ്റബിൾ ബർണിംഗ് ആണ്. സോ ഗവൺമെന്റ് ഒരുപാട് പോളിസീസും ആക്ഷൻസും കൊണ്ടുവരുന്നത് സോൾവ് ചെയ്യാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ട കാര്യം, സ്റ്റബിൾ ബേണിംഗ് കാരണം എന്ത് ഡാമേജ് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും PM2.5 പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5ന്റെ
പൊല്യൂഷൻ ആണ് സ്റ്റബിൾ ബേണിംഗ് കാരണം ഉണ്ടാവാൻ പോണ മേജർ കൺസേൺ. ആൻഡ് ഇറ്റ് ക്യാൻ അഫക്ട് അവർ ലങ്സ്, അക്യുമുലേറ്റ് ഇൻ യുവർ ലങ്സ്, causing many lung irritation problems, even carcinogenic, cancer causing problem vare aava. So visibility problem, it can lead to the formation of smoke. So air quality concern നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ തന്നെ, നമ്മുടെ ലോങ്ജെവിറ്റിയെ തന്നെ കുറയ്ക്കാൻ കാരണമാവാം. ചില റിപ്പോർട്ട്സിലൊക്കെ കാണാല്ലേ, ഒരു ആവറേജ് പേഴ്സൺ ലിവിംഗ് ഇൻ ഡൽഹി മേ ലോസ് ദെയർ ലൈഫ് റൈറ്റ് ബിക്കോസ് ഓഫ് ദിസ് പൊല്യൂഷൻ ലെവൽ. സോ ഇപ്പോ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് റീസെന്റ് ഒരു ക്ലെയിം നടത്തി. എന്ത്? there is a degrees of 90% in stable burning. അതായത് സ്റ്റബിൾ ബേണിംഗ് 90% കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ 90% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡൽഹിയിലെ പൊല്യൂഷനിൽ റിഫ്ലക്ട് ചെയ്യണം. സോ എന്തുകൊണ്ട് അത് റിഫ്ലക്ട് ചെയ്യുന്നില്ല? അവിടെയാണ് ഇവിടെ പറയുന്ന അനോമാലി ഇരിക്കുന്നത്. ഇങ്ങനെ 90% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡൽഹി പൊല്യൂഷനിൽ കാണേണ്ടതാണ്. സോ ആ ഡിസ്ക്രിപ്പൻസിയാണ് ഇവിടെ കാണിക്കുന്നത്. ബിക്കോസ് ഗവൺമെന്റ് അസ്യൂംഡ് ദിസ് ഡാറ്റ ഫ്രം ദ സാറ്റലൈറ്റ് ഡാറ്റ. അതായത് സാറ്റലൈറ്റ് ഓർബിറ്റ് ചെയ്യുന്ന സമയത്ത് വിഷ്വൽ ഇമേജസ് എടുത്തിട്ട് സ്റ്റബിൾ ബേണിംഗ് നോക്കും. പക്ഷേ അതൊരു പർട്ടിക്കുലർ ടൈമിലാണ് നോക്കുന്നത്. ആസ് ഗിവൺ ഇൻ ദ ആർട്ടിക്കിൾ 12 to 2 PM. ഈ സമയത്ത്, ഈ വിൻഡോയിലാണ് സാറ്റലൈറ്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് സ്റ്റബിൾ ബേണിംഗ് നടന്നിട്ടില്ലെങ്കിൽ ദിസ് ഡാറ്റ മേ ഗെറ്റ് ഡിസ്റ്റോർട്ടഡ് റൈറ്റ്. സോ ഈ ആർട്ടിക്കിൾ പറയുന്നത് വേറെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ സ്റ്റബിൾ ബേണിംഗ് ഈവനിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. സോ അത് കാരണമായിരിക്കാം ഗവൺമെന്റ് ഡാറ്റ ഡിസ്റ്റോർട്ട് ആയിട്ടുള്ളത്. സോ ഇൻ ആക്ച്വൽ സ്റ്റബിൾ ബേണിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് 90% ഒന്നും കുറഞ്ഞിട്ടില്ല, മേ ബി സം 30%. ഓക്കെ. ആൻഡ് ഈ ആർട്ടിക്കിൾ ഗവൺമെന്റ് എടുക്കുന്ന കുറച്ച് പോളിസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹൗ ഗവൺമെന്റ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസീസ്. ഗവൺമെന്റ് രണ്ട് രീതിയിൽ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റിക്ക് ആൻഡ് ബീറ്റിംഗ്, അതായത് സ്റ്റബിൾ ബേണിംഗ് ചെയ്യുന്ന ആളുകളെ പിനലൈസ് ചെയ്യുക, അതിനാണ് സ്റ്റിക്ക് പോളിസീസ്. ക്യാരറ്റ് പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാൻ വേണ്ടി ഇൻസെന്റീവ്സ് കൊടുത്തിട്ട് മറ്റേ കമ്പൈൻഡ് ഹാർവെസ്റ്റേഴ്സ് ഒക്കെ വാങ്ങാൻ, അല്ലെങ്കിൽ അതിനെ ഇനി എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി കൺവേർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റബിൾ ബേണിംഗിലെ സ്റ്റബിളിനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. സോ റിട്ടേണിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് വരാണ്. സോ അത് ഫീസിബിൾ ആയിരിക്കില്ല എന്നൊക്കെയാണ് ആർട്ടിക്കിൾ പറയുന്നത്. സോ നമ്മൾ നോക്കേണ്ടത് സ്റ്റബിൾ ബേണിംഗ്. സോ നമ്മുടെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ പൊല്യൂഷനെ കുറിച്ചൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്റ്റബിൾ ബേണിംഗ് ആഡ് ചെയ്യാം. ഓക്കെ. ദെൻ സോ ഇതൊരു ക്യൂരിയസ് കേസ്. ജസ്റ്റ് നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്തു റെഗുലേഷൻ്റെ ഒക്കെ പ്രശ്നമല്ലേ. പക്ഷെ ഇവിടെ റെഗുലേഷൻ ചിലപ്പോൾ വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, വൈ വാസ് എലൺ മസ്ക് എക്സ് പ്ലാറ്റ്ഫോം ഫൈൻഡ് $140 million ബൈ ദ യൂറോപ്യൻ യൂണിയൻ. സോ യൂറോപ്യൻ യൂണിയൻ $140 million ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അതും ഫൈൻ ചെയ്യുന്നത് എലൺ മസ്കിന്റെ കമ്പനി, ഒരു US കമ്പനി. സോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ഒരു ജിയോ പൊളിറ്റിക്സ് കാര്യം ജസ്റ്റ് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ USA യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ള റിലേഷൻ അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. അതൊരു റീസൺ ആണ് ഈ ഫൈൻ വരാനുള്ള കാരണം. മേ ബി that could be a reason because ever since Mr. Donald Trump has came to the office, യൂറോപ്യൻ യൂണിയനും USA തമ്മിലുള്ള റിലേഷൻ സ്ലോലി ഡിറ്റീരിയറേറ്റ് കൊണ്ടിരിക്കുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിലിറ്റിൽ ചെയ്യുന്നുണ്ട്, യൂറോപ്യൻ ലീഡർഷിപ്പിനെ ബിലിറ്റിൽ ചെയ്യുന്നുണ്ട്. ഈവൻ ഇങ്ങനെ ഫൈൻ ചെയ്തപ്പോൾ എലൺ മസ്ക് പറയുണ്ടായി യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇത് എന്തിനാണ്, ഡിസന്റഗ്രേറ്റ് ആവണം എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സ് ഒക്കെ ഉണ്ടാക്കി. സോ നമ്മുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫൈൻ ചെയ്യാനുള്ള കാരണം? പ്രധാനപ്പെട്ട കാരണം എലൺ മസ്കിന്റെ ബിസിനസ് രീതിയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ട്വിറ്ററിൽ ബ്ലൂ ടിക്ക്, ഈവൻ ഇൻസ്റ്റാഗ്രാമിലും നമുക്കറിയാം ബ്ലൂ ടിക്ക് ഫിനോമിന. ബ്ലൂ ടിക്ക് ഫിനോമിന എന്ന് പറഞ്ഞാൽ ഓതറൈസേഷൻ, അതായത് ഇതൊരു ഒഫീഷ്യൽ ഫേമസ് ഇൻഫ്ലുവൻസേഴ്സിന്റെയും അതേപോലെ ഒഫീഷ്യൽ ഹാൻഡിൽസിനെയും സൂചിപ്പിക്കാനായിരുന്നു ബ്ലൂ ടിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ എലൺ മസ്ക് വന്നതിന് ശേഷം എന്ത് ചെയ്തു, ഇതിനെ മൊണറ്റൈസ് ചെയ്തു. He simply monetized this by എന്ത് ചെയ്തു, പേയ്മെന്റ് വഴി ബ്ലൂ ടിക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, സൈബർ ക്രൈംസ് ചെയ്യുന്ന ഇല്ലീഗൽ ഫ്രോഡ്സ്റ്റേഴ്സ് എന്ത് ചെയ്തു, ഇത് പർച്ചേസ് ചെയ്ത് വേരിഫൈഡ് അക്കൗണ്ട് ആണെന്ന് കാണിച്ച് ഒരുപാട് ആളുകളെ പറ്റിച്ചു. ആൻഡ് ഒരുപാട് എന്ത് ചെയ്തു, ആ ട്വിറ്റർ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തി. സോ അതിന്റെ ശരിക്കുള്ള റീസൺ ദ ഫോൾസ് ബിസിനസ് മോഡൽ ഓഫ് എലൺ മസ്ക്. സോ ആ റീസൺ കാരണം എലൺ മസ്കിനെ ഫൈൻ ചെയ്യാം അണ്ടർ ഡിജിറ്റൽ സെക്യൂരിറ്റി ആക്ട് ഓഫ് യൂറോപ്യൻ യൂണിയൻ. സോ ഒരു പവർഫുൾ ആക്ട് ഉണ്ട് യൂറോപ്യൻ യൂണിയൻ, അത് വെച്ചിട്ട് എലൺ മസ്കിന്റെ കമ്പനിയെ ഫൈൻ ചെയ്തു. ഓൾസോ എക്സിന്റെ അഡ്വർടൈസ്മെന്റ് പോളിസീസിനെയും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ. ബിക്കോസ് ആരാണ് ഫണ്ട് ചെയ്യുന്നത്, എന്ത് തരം അഡ്വർടൈസ്മെന്റ് ആണ് എയർ ചെയ്യപ്പെടുന്നത് എന്നും ക്ലാരിറ്റി, നോ ഇൻഫർമേഷൻ ഈസ് ഗിവൺ ടു ദ യൂറോപ്യൻ യൂണിയൻ ഗവൺമെന്റ്സ്. സോ അതൊക്കെ കാരണം യൂറോപ്യൻ യൂണിയൻ ഫൈൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
സോ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ടേക്ക് അവേ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് MNCs, ലാർജ് ടെക് കമ്പനീസ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കഴിഞ്ഞ് രാജ്യങ്ങളെക്കാളും പവർഫുൾ ആയി മാറുന്നത് കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ നേപ്പാളിൽ ജെൻസിയുടെ പ്രൊട്ടസ്റ്റിന്റെ ഒക്കെ ഒരു അണ്ടർലൈങ് ഇഷ്യൂ ആയിട്ട് നമ്മൾ കണ്ടു. ഈ ഇത്തരം ബിഗ് ടെക് ജയൻസ് ചിലപ്പോൾ അവരുടെ ആക്ഷൻസ് എങ്ങനെയാണ് ഒരു പ്രൊട്ടസ്റ്റിലേക്ക് നയിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ലാർജ് ടെക് കമ്പനീസ് ഈ ഡിജിറ്റൽ സ്പേസിലെ ലീവേ യൂസ് ചെയ്തിട്ട് ഗവൺമെന്റിനെ വരെ തലവേദന ഉണ്ടാക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ അതുകൊണ്ടാണ് AI പ്രൊട്ടക്ഷൻ, AI ആക്ഷൻ സമ്മിറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റെലവെന്റ് ആവുന്നത്. ഓക്കെ, ദെൻ പ്രസിഡന്റ് reject mercy plea of man convicted of rape, murder of 2-year-old girl. See, ഇതിലെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നമ്മൾ നോക്കണ്ട. പ്രസിഡന്റ് റിജക്ട് mercy plea. സിംപ്ലി ഈ ക്ലമൻസി പവറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ മതി. ഓക്കെ, സോ mercy plea എങ്ങനെയാണ്, എന്തിനാണ് mercy plea? അതായത് ഒരാളെ ക്യാപിറ്റൽ പണിഷ്മെന്റിന്, ദ ഹയസ്റ്റ് ഫോം ഓഫ് പണിഷ്മെന്റ് ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കുകയാണ് ബൈ ദ സുപ്രീം കോർട്ട്. സോ പല പെറ്റീഷൻസ്, എല്ലാ ഓപ്പർച്യൂണിറ്റീസും, എല്ലാ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിൽ നിന്ന് രക്ഷ നേടാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും കഴിഞ്ഞ് പെറ്റീഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് റേ ഓഫ് ഹോപ്പ് ആണ് പ്രസിഡന്റിന്റെ ക്ലമൻസി പവർ അല്ലെങ്കിൽ mercy പെറ്റീഷൻ. സോ പ്രസിഡന്റ് റീസെന്റ് 3 mercy പെറ്റീഷൻസ് റിജക്ട് ചെയ്യുകയുണ്ടായി. സോ നമ്മൾ അറിയേണ്ടത് mercy പെറ്റീഷന്റെ പ്രോസസ് എങ്ങനെയാണ്. അണ്ടർ BNSS സെക്ഷൻ 472 ഇത് കോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റ് ഇതുവരെ mercy പെറ്റീഷന് കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഇല്ലായിരുന്നു. പക്ഷേ BNS 472 വന്നതിന് ശേഷം കൃത്യമായിട്ടൊരു ഒരു ഓർഡർ കൊണ്ടുവന്നു. ലൈക്ക് എപ്പോഴാണ് ഇത് ഫയൽ ചെയ്യാൻ അധികാരം ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ ജയിലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് സുപ്രീം കോർട്ടിന്റെ ഓർഡർ വരികയാണ് ക്യാപിറ്റൽ റിഗാർഡിംഗ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. ആ ഓർഡർ വന്ന് കൃത്യമായിട്ട് ജയിലിൽ ഇൻഫോ ചെയ്യപ്പെട്ടതിന്റെ 30 ദിവസത്തിനുള്ളിൽ mercy പെറ്റീഷൻ ഫയൽ ചെയ്യാം. ആൻഡ് mercy പെറ്റീഷൻ സീക്വൻഷ്യൽ ആയിട്ടാണ് ഫയൽ ചെയ്യുക. ആൻഡ് അതിലെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് സുപ്രീം കോർട്ടിന്റെ ഈ ഡിസിഷൻ, സുപ്രീം കോർട്ടിന്റെ അല്ല പ്രസിഡന്റിന്റെ ഈ ഡിസിഷൻ എങ്ങനെയാണ് ഒരു ഫൈനൽ ഡിസിഷൻ ആവുന്നത്. വേർ കോർട്ട് ഹാസ് ലിമിറ്റഡ് റോൾ ഓർ നോ റോൾ ഇൻ ജുഡീഷ്യൽ റിവ്യൂയിങ് ദ ഡിസിഷൻ. ഓക്കെ, സോ നമ്മൾ ഈ BNSS സെക്ഷൻ 472 ഇതിന് കൃത്യമായ ഒരു കോഡിഫിക്കേഷൻ കൊണ്ടുവന്നതും mercy പെറ്റീഷൻ പ്രസിഡന്റിന്റെ പവർ ആണ് അണ്ടർ ആർട്ടിക്കിൾ 72. Then next news, MH-60R Seahawk. See, ഡിഫൻസ് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു പുതിയ ഇൻഡക്ട്മെന്റ്, പുതിയ അഡീഷൻ ആണ് വായിക്കുന്നത്. ഇന്ത്യൻ നേവി കമ്മീഷൻ സെക്കൻഡ് MH-60R ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ ഇൻ ഗോവ. സോ ഇന്ത്യയുടെ ബ്ലൂ വാട്ടർ ക്യാപ്പബിലിറ്റി is not the keyword blue water capability enhance ചെയ്യാനുള്ള പർച്ചേസ് ചെയ്യാണ് ഫ്രം USA manufactured powerful helicopter ആണ്. It increases India's anti-submarine warfare, detecting and neutralizing underwater threats, anti-surface warfare, surveillance capability, search and rescues. Okay, then this MH-60R is equipped with MK-54 torpedoes. നമുക്കറിയാം ടോർപിഡോസ് വെള്ളത്തിലേക്ക് ഇങ്ങനെ പോകുന്ന തരം മിസൈൽ ടൈപ്പ് റോക്കറ്റ് ടൈപ്പ് സാധനമാണ് ടോർപിഡോസ്. ഇറ്റ് ക്യാൻ അറ്റാക്ക് സബ്മറൈൻ. അതുകൊണ്ടാണ് ആന്റി സബ്മറൈൻ വാർഫെയർ എന്ന് വിളിക്കുന്നത്. ബിക്കോസ് ഓഫ് ദിസ് capability of carrying torpedoes. And strategic significance, blue water navy, it enhances India's ability to operate effectively across deep ocean, projecting power far beyond coastal water. See, India project ചെയ്തത് അല്ലെങ്കിൽ ഇന്ത്യക്ക് ആ capability നിലവിൽ വന്നിട്ടുണ്ട്. Indo-Pacific region, especially INS Vikrant deployed in India is a powerful player in the Indian Ocean region as a first responder of that region and net security provider, right? Then domain awareness, significantly improve maritime domain awareness. ഇതൊരു വലിയ ഫാക്ടർ തന്നെയാണ് ഒരു കൺട്രിയുടെ ജിയോ സ്ട്രാറ്റജിക് ഇങ്ങനെ സ്ട്രാറ്റജിക് ഓട്ടോണമി കേസ് ഇങ്ങനെ വാർ സിറ്റുവേഷൻ വരുമ്പോൾ ഡൊമൈൻ അവേർനെസ്, അതായത് ഓഷ്യൻ സ്പേസിലൂടെ വരുന്ന ത്രെറ്റ്സിനെ കുറിച്ച് അവയർനെസ് ചെയ്ത് മുമ്പേ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി. സോ അത് നമ്മളെ ഒരുപാട് സെക്കൻഡ് സ്ട്രൈക്ക് എബിലിറ്റീസ് ഒക്കെ സഹായിക്കും. ഓക്കെ, ദെൻ അടുത്ത ന്യൂസ്, Naura Dehi Tiger Reserve to be third cheetah habitat in Madhya Pradesh. See, ഇന്ത്യയുടെ കൂനോ നാഷണൽ പാർക്കിലെ സക്സസ്ഫുൾ ചീറ്റ ട്രാൻസ്ലൊക്കേഷന് ശേഷം നെക്സ്റ്റ് തേർഡ് ചീറ്റ ഹാബിറ്റാറ്റ് ഇൻ മധ്യപ്രദേശ്. നമുക്കറിയാം മധ്യപ്രദേശിലെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ചീറ്റാസിനെ ഫേവർ ചെയ്യുന്ന ലൊക്കേഷനാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ കൂനോ നാഷണൽ പാർക്ക് സെലക്ട് ചെയ്യാൻ കാരണം. സോ അതിന് പുറമെ ഇപ്പൊ 3 സ്പോട്ടിൽ അതിന് പുറമെ അതായത് കൂനോ നാഷണൽ പാർക്ക് ഇൻക്ലൂഡിങ് 3 ലൊക്കേഷനിൽ ഇപ്പൊ ചീറ്റയുടെ പ്രസൻസ് ഉണ്ട്. സോ മേ ബി പ്രിലിംസിന് ചോദിക്കാം, വിച്ച് അമംഗ് ദ ഫോളോയിങ് നാഷണൽ പാർക്സ് അല്ലെങ്കിൽ ലൊക്കേഷൻസ് ഹാവ് ചീറ്റാസ് പ്രസൻസ് ഇൻ മധ്യപ്രദേശ്. സോ ഫസ്റ്റ് ഇപ്പൊ റീസെന്റ് ഈ ആർട്ടിക്കിൾ പറഞ്ഞ നൗര ദേഹി ടൈഗർ റിസർവ് അല്ലെങ്കിൽ വീരാംഗണ ദുർഗാവതി ടൈഗർ റിസർവ് വിൽ ബിക്കം ദ ന്യൂ ഹോം ഫോർ ചീറ്റാസ് ഇൻ ദ സ്റ്റേറ്റ്. സോ ഓൾറെഡി നമുക്കറിയാം ഗാന്ധി സാഗർ ആൻഡ് കൂനോ 2 നാഷണൽ പാർക്കിൽ ചീറ്റയുടെ പ്രസൻസ് ഉണ്ട്. സോ ഇൻ ടോട്ടൽ മധ്യപ്രദേശിൽ 3ാമത്തെ ലൊക്കേഷൻ ആണ്. സോ ജസ്റ്റ് ബി അവെയർ, ഗാന്ധി സാഗർ ടൈഗർ റിസർവ് ആൻഡ് കൂനോ നാഷണൽ പാർക്ക് and the recent Naura Dehi or Veerangana Durgavati Tiger Reserve. Then the final news, Zelensky relinquishes NATO ambition before peace talks. See, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്റർനാഷണൽ റിലേഷൻസിനെയും ഗ്ലോബൽ ഇവന്റ്സിനെയും ഷേപ്പ് ചെയ്തൊരു വാർ തന്നെയാണ് റഷ്യ ഉക്രൈൻ വാർ. സി ഇതിന്റെ ഒരു ലാർജർ ബ്രോഡർ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ ഡിസൈഡഡ് ടു ജോയിൻ നാറ്റോ.
നാറ്റോയിൽ ജോയിൻ ചെയ്യാന്ന് പറയുന്ന ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ അറിയേണ്ട കാര്യം ആർട്ടിക്കിൾ 5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റോയിലുള്ള ഏതെങ്കിലും രാജ്യത്തിനെ വേറൊരു എക്സ്റ്റേണൽ ശക്തി ഒന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് അറ്റാക്കിംഗ് എവറി കൺട്രി ഇൻ നാറ്റോ. സോ നാറ്റോയിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളെല്ലാം ഈ അറ്റാക്ക് ചെയ്യുന്ന രാജ്യത്തിനെ കളക്റ്റീവായിട്ട് അറ്റാക്ക് ചെയ്യും. സോ ഇറ്റ് ഗീവ്സ് എ സെക്യൂരിറ്റി ഗ്യാരണ്ടി. സോ അതാണ് ആർട്ടിക്കിൾ 5ന്റെ ഇമ്പോർട്ടൻസ്. സോ സെലൻസ്കി എന്ത് ചെയ്യാണ്, എന്താണോ ഉക്രൈൻ റഷ്യ വാറിന്റെ ഒരു മേജർ കൺസേൺ ആയിട്ടുള്ള നാറ്റോയിലെ ഇൻഡക്ട്മെന്റ് ഓഫ് ഉക്രൈൻ അതിൽ നിന്ന് പിന്മാറാൻ മേ ബി കൺസിഡർ ചെയ്തേക്കാം. ഗിവൺ എന്ത് ചെയ്യാണ് US ആൻഡ് അതർ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ് ഗിവ് സെക്യൂരിറ്റി ഗ്യാരണ്ടീസ്, അഡീഷണൽ ഗ്യാരണ്ടീസ് ഫോർ ഉക്രൈൻ. സോ ഒരു മേജർ ടേണിംഗ് പോയിന്റ് തന്നെയാണ് ഈ സീരീസ് ഓഫ് ഇവന്റ്സിനെ. ഇപ്പം മിസ്റ്റർ ട്രംപ് ഒരുപാട് പീസ് ടോക്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവൻ അവർ പ്രൈം മിനിസ്റ്റർ ഓൾസോ ഹാസ് ടോക്ക്ഡ് വിത്ത്. ഇന്നത്തെ ന്യൂസ് അനാലിസിസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് വീഡിയോസ്.